ഹലോ, ഞങ്ങൾക്ക് ഇന്നൊരു ഇഫ്താർ മീറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. സോ അതിനു മുന്നേ ഗെറ്റ് റെഡി വിത്ത് മീ. ഫസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫിസിയോജെല്ലിൻ്റെ മോയ്സ്ചറൈസറാണ്. എക്സ്ട്രാ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ അടിപൊളിയാട്ടോ. മുഖത്ത് നിറയെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണിത്. നെക്സ്റ്റ് ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്ന് ഓവർ സെൻസിറ്റീവ് ആണ്. പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനൊരു ബേസ് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. ഓവറായിട്ട് മേക്കപ്പ് സ്കിന്നിലോട്ട് ഇറങ്ങാതിരിക്കാൻ പ്രൈമർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഒരു കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. കണ്ണിന് താഴെ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതലും കൈ വെച്ചിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാറ്. എനിക്ക് ബ്രഷ് വെച്ചിട്ടും അതുപോലെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്ര കംഫർട്ട് ആവാറില്ല. ഒരു നാച്ചുറൽ ഫിനിഷ് തോന്നാറില്ല. സോ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കോമ്പാക്റ്റ് വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഓവർ പുട്ടിയിട്ടൊരു ഫീല് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കൺസീലർ ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും കുറച്ചെടുത്തിട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ വിസിബിളാണ്. നെക്സ്റ്റ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡ്രൈ ലിപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. സോ അതിന് മുന്നേ ലിപ് ബാം ഇടുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഐബ്രോസ് ഒന്ന് വരച്ച് കൊടുക്കാം. ഞാൻ എനിക്ക് കട്ടിയില്ലാത്ത ഭാഗത്ത് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും ഈ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ നമുക്ക് ഒരു മേക്കപ്പ് ചെയ്തൊരു ഫീല് കിട്ടും. നെക്സ്റ്റ് ഒരു ഐഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ ബ്രൈറ്റ് കളേഴ്സൊന്നും യൂസ് ചെയ്യാറില്ല. ഇതൊരു സ്കിൻ കളർ ഐഷാഡോ ആണ്. അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണിനൊരു അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണ പോലെ തോന്നും. നെക്സ്റ്റ് ഐലൈനർ എഴുതി കൊടുക്കാം. ഞാനങ്ങനെ മുകളിൽ അങ്ങനെ എഴുതില്ലായിരുന്നു. ഓൾറെഡി ചെറിയ കണ്ണാണ്. അപ്പം മുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചെറുതാവും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ ഞാനങ്ങനെ എഴുതാറില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ എഴുതി ശീലിച്ച് വരികയാണ്. നെക്സ്റ്റ് ഞാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബ്രൈറ്റ് റെഡ് കളർ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ലിസ്റ്റിലില്ലാത്തൊരു സാധനമായിരുന്നു ബ്ലഷൊന്നും ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇട്ടിട്ട് ആ ഒരു ബ്ലഷ് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു ഫ്രഷ് ലുക്ക് ബ്ലഷ് ഇട്ടാൽ തോന്നാറുണ്ട്. സോ ഇപ്പോൾ ഞാനിപ്പം ബ്ലഷ് ഇട്ട് കൊടുക്കാറുണ്ട്. ഐലൈനർ മാത്രം വരച്ച് പോകാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കാജലെടുത്ത് താഴ്ത്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മേക്കപ്പ് എല്ലാം ഫിനിഷായി. ഇനി മുടിയുടെ കാര്യമാണ്. മുടി ഞാൻ ആദ്യം ഫ്രീ ഹെയർ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന ടൈമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു കെട്ടി വയ്ക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഗ്രാബ് ചെയ്തു.
ഏത് ടൈപ്പ് കോസ്റ്റ്യൂം ആണെങ്കിലും അനുപേട്ടന് പൊട്ട് നിർബന്ധമാണ്. അങ്ങനെ ഞാൻ പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇത് അനുപേട്ടൻ്റെ കൊളീഗ്സും ഫ്രണ്ട്സും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വെച്ചു. നമുക്ക് ആക്ച്വലി ബൊഫേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കണ ആ ടൈമിലാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല.